നിങ്ങളെ കാത്തിരിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സാണ് നമ്മൾ നോക്കുന്നത്. കാർഡിൻ്റെ ശക്തിയെക്കുറിച്ച് ഇനി ഞാൻ വീണ്ടും പറയണ്ട. 2 വീഡിയോ ഞാൻ ഇന്നലെ രാവിലെ പറഞ്ഞത് സംഭവിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട്. അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഒരു വീഡിയോയിൽ വാർത്തകളും കൂടി ചേർത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മോണിറ്റൈസേഷൻ ഓണായില്ല. കാരണം മരണത്തിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ കൊടുക്കുമ്പോൾ വയലൻസായി മാറും. അതിന് യൂട്യൂബ് പരസ്യങ്ങളോ ക്യാഷോ ഒന്നും തരില്ല എന്നാണ് പറയുന്നത്. എങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ ഇന്നലെ അത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പോയി കാണുക. വെറുതെ ഒരു പ്രവചനം നടത്തുന്നു എന്നല്ല എനിക്ക് പറയാനുള്ളത്. രാവിലെ പറയുന്നു 1 മണിക്കൂറിന് ശേഷമോ അല്ലെങ്കിൽ 2 മണിക്കൂറിന് ശേഷമോ അല്ലെങ്കിൽ വൈകുന്നേരത്തിനുള്ളിലോ സംഭവിക്കുന്നു എന്ന് പറയുന്നത് ഒരു പ്രവചനം തന്നെയല്ലേ? നിങ്ങളൊന്ന് ഓർക്കുക. രാവിലെ പറയുന്നു സർപ്പദംശനം കൊണ്ടുള്ള മരണം എന്ന്. 4 വയസ്സുകാരി പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്നു, മരിച്ചു എന്നാണ് പിന്നീട് ഞാൻ കേൾക്കുന്ന വാർത്ത. ഇനി ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു അപകടം നടന്നത് എനിക്ക് ആ എനർജി അപ്പം വന്നു. റോഡ് അപകടം. എന്നാൽ വാർത്ത മാധ്യമങ്ങൾ തരുന്നത് ഉച്ചയോടെയാണ്. പക്ഷേ എനിക്ക് കിട്ടുന്ന സമയത്താണ് ആ ആൾ യഥാർത്ഥത്തിൽ മരിച്ചു പോയിരിക്കുന്നത്. ട്രെയിനിൽ കയറാൻ കാല് വെച്ചപ്പോൾ കാല് തെന്നി താഴേക്ക് വീണു. ചക്രങ്ങൾ ദേഹത്തൂടെ കയറിയിറങ്ങി എന്നാണ് പറയുന്നത്. എറണാകുളത്ത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാനും ഇവിടെയാണ് താമസിക്കുന്നത്. പിന്നെ ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞിരുന്നു. എറണാകുളത്ത് തന്നെ ഉച്ചയോടെ ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു, തൂങ്ങി മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ എനർജിയാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഞാൻ പറയുന്നത് അഗ്നി മൂലമുള്ള മരണം കാണുന്നുണ്ട്, ആക്സിഡൻറ്റ് മൂലമുള്ള മരണം കാണുന്നുണ്ട്, ആത്മഹത്യ കാണുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പാമ്പ് കടിയേറ്റ മരണം. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ കേൾക്കുന്നു അടുത്ത വാർത്ത. ഇതും രാവിലെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് ഞാൻ വീഡിയോ ഒക്കെ ചെയ്ത ശേഷമാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. സമയം കൃത്യമായിട്ട് അവർ പറയുന്നില്ല. ഞാൻ വാർത്ത കാണുന്നത് വൈകിട്ടാണ്. ഒരു ചെറുപ്പക്കാരൻ 26കാരൻ ബൈക്കിൽ പോകുമ്പോൾ പോസ്റ്റിൽ ബൈക്ക് ഇടിച്ച് അങ്ങോട്ട് താഴേക്ക് വീണ് അതിനടിയിൽപ്പെട്ട് അപ്പം തന്നെ ബൈക്ക് കത്തി ഇയാൾക്ക് എഴുന്നേൽക്കാൻ പറ്റാതെ ആ തീയിൽ പെട്ടു എന്നാണ് പറയുന്നത്. 80% പൊള്ളലേറ്റിട്ടാണ് ആൾക്കാർക്ക് അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റിയിരിക്കുന്നത്. അപ്പോഴേക്കും കഴിഞ്ഞു തോന്നുന്നു. എന്തായാലും പൊള്ളലേറ്റതും ആക്സിഡൻറ്റ് കൂടിയിട്ട് വന്നത് അതും സംഭവിച്ചു. ഇത് വാർത്തയായി വരാൻ വൈകിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് വാർത്തകളൊക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ എനർജി ഇവിടെ വരുന്നത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഒന്നുകിൽ ഈ കാർഡിൻ്റെ ശക്തി അല്ലെങ്കിൽ ഇവിടെ വരുന്ന എനർജിയുടെ ശക്തി. എന്നാൽ ഈ നെഗറ്റീവ് മാത്രമൊന്നുമല്ല ഞാൻ പറയുന്നത്, പോസിറ്റീവ് ധാരാളം പറയുന്നുണ്ട്. ഇത് കാണുന്ന ആളുകൾക്കൊക്കെ അത് സംഭവിക്കുന്നുമുണ്ട്. എന്നാൽ സഹകരണം വളരെ കുറവുള്ള നമ്മുടെ ആളുകൾ അത് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഇത് കാണുന്നവർ ഒരു പ്രതികരണ ശക്തി ഇല്ലാത്തവരാണ്. എന്നാൽ ഫേസ്ബുക്കിൽ എന്തോ ഇട്ടു എന്ന് പറഞ്ഞിട്ട് ആ യുവതിയെ കൊണ്ട് നടക്കുകയാണ് ആൾക്കാർ, വൈറലാക്കിയിരിക്കുകയാണ്. നമ്മളിത് രാവിലെ പറഞ്ഞത് വൈകിട്ട് സംഭവിക്കുന്നു. ഇവർ ഒരാഴ്ച മുമ്പേ പ്രവചിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവകാശവാദം നടത്തുന്നത്. എന്തോ അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ല. കാരണം ഫേസ്ബുക്കിലൊക്കെ നമുക്ക് പോസ്റ്റുകൾ മാറ്റിയിട്ടൊക്കെ ഇടാൻ സാധിക്കും. യൂട്യൂബിൽ അത് ഒരിക്കലും സാധിക്കില്ല. ഒരിക്കൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് മാറ്റാനുള്ള യാതൊരു വഴിയും യൂട്യൂബ് തരില്ല. ഒന്ന് മാത്രം ചെയ്യുക, നമുക്ക് പറഞ്ഞു പോയത് എന്തെങ്കിലും അബദ്ധം ഉണ്ടെങ്കിൽ ട്രിം ചെയ്യാൻ പറ്റും. അത് തന്നെ ബുദ്ധിമുട്ടാണ്. അല്ലാതെ അതിൽ കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ മറ്റൊന്ന് പറയാനോ ഒന്നും പറ്റില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഓരോ ഡേറ്റിനും രാവിലെ ഞാൻ പറഞ്ഞത് വൈകിട്ട് നടന്നത് പലപ്പോഴും ഞാൻ കാണിച്ചിരുന്നില്ല. ഇപ്പോഴാണ് കാണിക്കാൻ തുടങ്ങിയത്. എന്ന് വെച്ച് നിങ്ങൾക്ക് നെഗറ്റീവ് മാത്രം സംഭവിക്കുന്നു എന്നൊന്നും ഇവിടെ വിചാരിക്കേണ്ട. നിങ്ങൾക്കാർക്കും ഇത് സംഭവിക്കുന്നില്ല. എൻ്റെ ചാനലിലെ അംഗങ്ങൾക്കൊന്നും ഒരു ആപത്തും വരില്ല. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. എനിക്കൊരു കാര്യം മാത്രമേ നിങ്ങളെ അറിയിക്കാനുള്ളൂ. ഇവിടെ വരുന്ന കാർഡുകൾ സാധാരണ എല്ലാ ടാരോ റീഡിങ്ങും കാണുന്നത് പോലെ കാണാതിരിക്കുക. നിങ്ങൾക്ക് വല്ലതും അറിയണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ തന്നെ പരിഹാരവും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിലൊക്കെ വാട്സപ്പിൽ വന്നാൽ തരും. വരുന്നതിന് മുമ്പേ വോയിസ് അയച്ച് എന്നെ വെറുപ്പിക്കാതിരിക്കുക. വന്ന ഒരു ഹായ് മാത്രമേ പാടൂ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ തരും. അത് വായിച്ചു നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാഷ് അടച്ച ശേഷം മാത്രമേ എന്നോട് സംസാരിക്കാൻ പാടുള്ളൂ. അതാണ് എൻ്റെ പ്രൈവറ്റ് റീഡിങ്ങിൻ്റെ രീതി. അല്ലാതെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് വേണോ വേണ്ടതെന്ന് വെച്ച് മാറിപ്പോകുന്ന ഇടപാടൊന്നും ഇവിടെ നടക്കില്ല. ഇന്ന് ലോക തൊഴിലാളി ദിനമാണ്. ഞാനും ഒരു തൊഴിലാണ് ചെയ്യുന്ന, ജ്യോതിഷമാണ്. അത് റെസ്പെക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ തൊഴിലിനും അതിൻ്റേതായ മാന്യതയുണ്ട്, അതിൻ്റേതായ വിലയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ പ്രണയം മാത്രമാണ് നോക്കുന്നത്.
നിങ്ങളുടെ റിലീജിയൻ ചോദിക്കുന്നില്ല, വയസ്സ് ചോദിക്കുന്നില്ല, നിങ്ങളൊരാളെ കാത്തിരിക്കുന്നുണ്ടോ, അത് മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. പ്രണയമാണോ, ആ പ്രണയം എങ്ങനെയുള്ളതാണ്, അവരുടെ പ്രതികരണം എന്താണ്, ഇത് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഒരു ചക്രം കറങ്ങുമ്പോൾ അതിലേക്ക് നോക്കി നിങ്ങളുടെ പങ്കാളിയെ ചിന്തിക്കൂ എന്നൊന്നും ഇവിടെ തരികട പറയുന്നില്ല. ഇവിടെ രാവിലെ പറഞ്ഞത് ഉച്ചയ്ക്ക് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ കാർഡിൻ്റെ പവർ ഇനി ഞാൻ പറയണ്ട. അതുപോലുള്ള റീഡിങ്ങാണ് ഞാൻ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയാലും ഇവിടെ ആയാലും തരുന്നത്. അതുമാത്രം നിങ്ങൾ മനസ്സിലാക്കുക. സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക, താഴെ നിങ്ങളുടെ പേരോ നക്ഷത്രമോ ഡേറ്റോ ബർത്തോ എന്തെങ്കിലും കമൻറ്റ് ഇടുക. ഇവിടെ നല്ലത് മാത്രമേ സംഭവിക്കൂ, നല്ല എനർജി മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. പിന്നെ ഞാൻ മെമ്പർഷിപ്പ് തുടങ്ങിയിട്ടുണ്ട്, വേണമെങ്കിൽ അതിൽ അംഗങ്ങളാവുക. നിസ്സാരമായ തുക അവിടെ ഉള്ളൂ. ഇനി നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോയാലോ. ഇന്ന് ബുദ്ധ പൂർണിമയാണ്, അതുകൊണ്ട് തന്നെ ബുദ്ധരെ നമുക്കൊന്ന് മനസ്സുകൊണ്ട് ധ്യാനിക്കാം. ആദ്യം വന്നിരിക്കുന്നു 3 വാണ്ട്, പിന്നെ വന്നിരിക്കുന്നു കർക്കിടകത്തിലെ ചന്ദ്രൻ. നിലാവ് കാണില്ല. ബുദ്ധ പൂർണിമയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാറും കോളൊക്കെയാണ്. 3 സോട്സാണ് തേർഡ് പാർട്ടി. നൈറ്റ് കപ്പാണ് 1 വേ ലവ്. എയ്സ് ഓഫ് പെൻറ്റക്കിളാണ്. പുതിയ കാര്യങ്ങൾ എന്തോ നടക്കാൻ പോകുന്നുണ്ട്, സമ്പത്ത് വരാൻ പോകുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ നല്ലത്. ഇനി സ്റ്റാറാണ്. യെസ് എന്ന എംപ്രസ് വന്നു. ഇറോസും സൈക്കും. യെസ് ആണ് വന്നിരിക്കുന്നത്, കാമനും രതിയും. നൈറ്റ് കപ്പ് വീണ്ടും വന്നു. 1 വേ ലവുള്ള ആളുകളും ഉണ്ട്. ക്യൂൻ ഓഫ് കപ്പ് വന്നു. 5 സോഡ്സ് വന്നു. അത്തം രോഹിണി തിരുവോണം, കാർത്തിക ഉത്രം ഉത്രാടം, അശ്വതി മകം മൂലം. 3 2 തവണ വന്നിട്ടുണ്ട്. 6 2 തവണ വന്നിട്ടുണ്ട്. 1 വന്നിട്ടുണ്ട്. 4 5 വന്നിട്ടുണ്ട്. 17 വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ ക്ലൂവും നിങ്ങൾക്കുള്ളതാണ്, ശ്രദ്ധിക്കുക. ഇത് ഏതെങ്കിലും നിങ്ങളുമായി ബന്ധമുണ്ടോ, നമ്പറോ നക്ഷത്രമോ എന്തെങ്കിലും. ഇത് നമ്മൾ റിപ്പീറ്റായി വന്നിരിക്കുന്നത് എഫ് എന്ന അക്ഷരമാണ്, ടി എന്ന അക്ഷരമാണ്. 3 തവണയാണ് വന്നിരിക്കുന്നത്. അതൊരു ഏഞ്ചൽ നമ്പറാണ്. ഇവിടെ കാണുന്നത് അതേപോലെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്ക് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. അവർക്കിപ്പോൾ നിങ്ങളോട് കുറച്ച് ദേഷ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വിരഹമാണ്. നിങ്ങൾ സർവ്വം മറന്നിരിക്കുകയാണ്. കർക്കിടകത്തിൽ ചന്ദ്രനായി മാറിയിരിക്കുകയാണ് നിങ്ങളുടെ പ്രണയം. നിലാവ് കാണുന്നില്ല, എപ്പോഴും മേഘങ്ങളാണ്. ഇന്നിപ്പോൾ പൗർണമി കാണാൻ പറ്റില്ല, പലയിടത്തും കാർമേഘങ്ങളാണ്, മഴയാണ്. നിങ്ങൾ വിരഹത്തിലാണ്, അവർ കുറച്ച് തണ്ടിലാണ്. നിങ്ങളിങ്ങനെ നൈറ്റ് കപ്പുമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 കാർഡാണ് അത് വന്നിരിക്കുന്നത്. അതിന് 2-3 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, വീട്ടുകാർ എതിർപ്പായിട്ട് നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ഫേവർ ആവുന്നില്ല. 2 തേർഡ് പാർട്ടി ഉണ്ട്, അവർക്കൊരു പങ്കാളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി അവർ ചിന്തിക്കുന്നില്ല, പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നത്. മറ്റ് പ്രശ്നങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. മതം 2 പറയുന്നുണ്ട്, സാമ്പത്തികം 2 പറയുന്നുണ്ട്, വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്, മറ്റ് ഓപ്ഷനുകളുണ്ട്. 3 വാണ്ടെന്ന് പറഞ്ഞാൽ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. വീട്ടുകാർ എതിർപ്പാണ്, അല്ലെങ്കിൽ വീട്ടുകാർക്ക് അനുകൂലമായി നിങ്ങളുടെ പങ്കാളി തിരിഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല, ഒരു ചെറിയ ബ്രേക്കപ്പ് സിറ്റുവേഷനാണ് കാണുന്നത്. അതുമല്ലെങ്കിൽ പങ്കാളി തന്നെയായിരിക്കാം വീട്ടുകാരെ എന്ന് പറയുന്നത്. പങ്കാളി ഉണ്ടെങ്കിൽ ഇപ്പോൾ പങ്കാളിയുടെ ഭാഗമാണ് നിൽക്കുന്നത്, നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. ചിലപ്പോൾ കാരണം പറയുന്നുണ്ടാവുക പങ്കാളി കേൾക്കും, പങ്കാളി കാണും, പഴയതുപോലെ എനിക്ക് സ്വാതന്ത്ര്യമില്ല എന്നാണ് വിവാഹേതര ബന്ധങ്ങളിൽ പറയുന്നുണ്ടാവുക. അങ്ങനെ ആവുമ്പോൾ നിങ്ങളിങ്ങനെ സർവ്വവും മറന്നിരിക്കുകയാണ്, ഭ്രാന്തമായ അവസ്ഥയാണ്, വിഷാദ രോഗത്തിലാണ് നിങ്ങൾ. അതാണ് കർക്കിടകത്തിലെ ചന്ദ്രൻ പറയുന്നത്. നിങ്ങൾക്ക് സങ്കടം മാത്രമാണ്, നിങ്ങളുടെ മനസ്സ് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. കാരണം അവരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാമായിട്ട് കാര്യമില്ല, അവർക്ക് നിങ്ങളോട് ഇപ്പോൾ ദേഷ്യമാണെന്നാണ് പറയുന്നത്. അതിനുള്ള കാരണങ്ങൾ വഴക്കായിരിക്കാം, വീട്ടുകാർക്ക് അനുകൂലമായി ചിന്തിച്ചതാവാം, പങ്കാളിയോടിപ്പോൾ കുറച്ച് താല്പര്യവും പ്രണയവും തോന്നിയതാവാം. എന്തായാലും നിങ്ങൾക്ക് പുറംതിരിഞ്ഞ് നിൽക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. ഇപ്പം നിങ്ങളുടെ ബന്ധം വിഷലിപ്തമായി മാറി, ടോക്സിക് ലവായി മാറി. ഇത് പോസിറ്റീവ് മെസ്സേജിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരാളെ ആണല്ലോ എനിക്കിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. പിന്നെ ഞാനത് മാറ്റിമറിച്ച് പറയാൻ പറ്റുമോ? അയാളുടെ ഇപ്പോൾ നിങ്ങൾക്ക് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. അതിന് പല കാരണങ്ങളാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. സാമ്പത്തികമാവാം, പങ്കാളിയോട് കുറച്ച് കൂടുതൽ പ്രണയം തോന്നിയതാവാം, അല്ലെങ്കിൽ വീട്ടുകാർ എതിർക്കുന്നതാവാം, 2 ജാതിയോ 2 മതമോ ആയിരിക്കാം.
അതൊന്നും അല്ലെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ എന്തൊക്കെ ആർഗ്യൂ ഉണ്ടായിട്ടുണ്ട്, വലിയ വഴക്കുകൾ ഇവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം മറ്റുള്ള ആളുകൾ അറിഞ്ഞിട്ട് വഴക്കുണ്ടായപ്പോൾ നാണക്കേട് കൊണ്ടായിരിക്കാം, അതും സംഭവിക്കാമല്ലോ. ചിലപ്പോൾ പങ്കാളി നോക്കുകയാണ്, നിങ്ങളുടെ മെസ്സേജ് അവർ കാണുക, അല്ലെങ്കിൽ അവരയച്ച മെസ്സേജ് നിങ്ങളുടെ പങ്കാളി കാണുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ പ്രശ്നം ഉണ്ടാവുമല്ലോ. അത് വീട്ടുകാരറിയും, പിന്നെ വീട്ടുകാർ മറ്റുള്ളവരോട് പറയും, അങ്ങനെ നാട് മുഴുവൻ പാട്ടാവും. അങ്ങനെ ഒരു കൂട്ടത്തല്ലാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു നെഗറ്റീവും ഇല്ലെങ്കിൽ മറ്റ് ഓപ്ഷനുകൾ ഉണ്ട് എന്നാണ്. അപ്പോൾ ഒരാൾക്ക് ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ കുറച്ച് അഹങ്കാരം കൂടും. നീയല്ലെങ്കിൽ മറ്റുള്ള ആളുകളും ഉണ്ട് എന്ന തോന്നലുണ്ടാവും. ഇതൊക്കെ സിംഗിൾസിൻ്റെ കാര്യമാണ്. വിവാഹേതര ബന്ധമാണെങ്കിൽ പങ്കാളി തന്നെയാണ്. ഇപ്പോൾ പങ്കാളിയോട് ഭയങ്കര റൊമാൻറ്റിക്കാണ്. അതാണ് നിങ്ങളെ ഇങ്ങനെ തഴയുന്നത്. അതാണ് കാണുന്നത്. ആദ്യം അവർ അത്ര അടുപ്പുണ്ടായിരുന്നില്ല, ഇപ്പം നല്ല അടുപ്പത്തിലേക്ക് വന്നു. അവർ കുടുംബം ഒന്നായി. ഇപ്പം നിങ്ങൾ പുറത്തായി, അതും കാണുന്നുണ്ട്. എല്ലാം ഞാനിവിടെ പറയുക, സാധ്യതകളെല്ലാം പറയാണ്. ഇപ്പം നിങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, നിങ്ങളോട് സംസാരിക്കാൻ സമയമില്ല. പറയുന്നത് പങ്കാളി ഉള്ളവരാണെങ്കിൽ അവർ കേൾക്കും, അവർ നോട്ട് ചെയ്യുന്നുണ്ട്, അവർ സ്പൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്ത് പോവുകയായിരിക്കുക. വേറൊരു ഫോണിൽ നിന്ന് വിളിച്ചാൽ ഇതാവും പറയുന്നുണ്ടാവുക, ഏത് സമയത്ത് എന്നെ സ്പൈ ചെയ്യുന്നു, എനിക്കിത്തിരി സമാധാനം താ എന്ന് പറയുന്നുണ്ടാവും. അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾ ഈ 4 ഓഫ് കപ്പിലേക്ക് വന്നിരിക്കുന്നത്. ഭയങ്കര വിരഹത്തിലാണ്. നിങ്ങൾക്കത് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയില്ല. അതുപോലെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോവുക. പണ്ട് ഒരു ശിക്ഷാരീതി ഉണ്ടായിരുന്നു, അവനവൻ അവനവനെ ശിക്ഷിക്കുന്നതാണത്. നമ്മുടെ പാപങ്ങൾ തീരാൻ, നമ്മൾ പാപമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് തീരാനും മോക്ഷം കിട്ടാനും കൂടി വേണ്ടി സന്യാസിമാരൊക്കെ അനുഷ്ഠിക്കുന്നതാണ്, സാധാരണക്കാർ ചെയ്യില്ല. ഉമി നിറയ്ക്കുക, അവനവൻ കിടന്നിട്ട് അതിൽ മുഴുവൻ ഉമി നിറയ്ക്കുക, എന്നിട്ട് ഉമിക്ക് തീയിടുക. അത് പെട്ടെന്ന് കത്തി തീരില്ല, എന്നാൽ ഒറ്റ വേദനയിൽ അവസാനിക്കും. ഇതങ്ങനെയല്ല, നേറി ഇയാൾ മരിക്കുന്നത് വരെ അത് നേറിക്കൊണ്ടിരിക്കും. എത്ര ദിവസം പിടിക്കുന്നത് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. അത്രയും ദിവസം ഇയാൾ ഈ നരകത്തീയിൽ കിടക്കുകയാണ്. അതുപോലുള്ള ഒരു നരകത്തീയിലിരിക്കുന്നതിനെയാണ് 4 ഓഫ് കപ്പ് കാണിക്കുന്നത്. പ്രവചിക്കാൻ കഴിയില്ല വേദന എത്രയാണെന്ന്, എന്നാൽ അവരെ മറക്കാൻ കഴിയില്ല. അവരിൽ നിന്ന് പുറത്ത് കിടക്കാമെന്ന് വിചാരിച്ചാൽ അതിനും കഴിയില്ല. അങ്ങനെ നിങ്ങളിങ്ങനെ ഉമിത്തിയിൽ നേടുന്ന അവസ്ഥയാണ് 4 ഓഫ് കപ്പ് കാണിക്കുന്നത്. നിലാവാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. കാറും കോളും കാരണം ഈ നിലാവോ ഈ വെളിച്ചോ നിങ്ങൾക്ക് അനുഭവിക്കാനേ കഴിയുന്നില്ല. ഏത് സമയത്ത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അവർക്ക്. ഒന്നുകിൽ പങ്കാളി കാണുന്നത്, അല്ലെങ്കിൽ തിരക്കാണെന്ന്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമാണെന്ന്, അല്ലെങ്കിൽ ജോലിയിലത്തെ പ്രശ്നമാണെന്ന്. ഇനി ജോലിക്ക് പോയിട്ട് അവിടെ നിന്നൊന്ന് വിളിക്കാമെന്ന് വിചാരിച്ച സഹപ്രവർത്തകർ കേൾക്കും, കാണുമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത്. എന്നാൽ നിങ്ങളോട് അടുക്കുമ്പോൾ ഈ വ്യക്തി അങ്ങനെ വല്ലതും ആണോ പറഞ്ഞിരുന്നത്? അപ്പം സദാസമയം നിങ്ങളുടെ ശബ്ദം കേൾക്കണം, സദാസമയം നിങ്ങളെ കാണണം, നിങ്ങളെ ഒരു നേരം കണ്ടില്ലെങ്കിൽ ഉറക്കില്ല, ഇതൊക്കെയല്ലേ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണല്ലോ എവിടെ കിടക്കുന്ന ഒരു ലേഡി അയാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് വേണ്ടി ഒരു പുരുഷൻ കാത്തിരിക്കുന്നത്. ആ സമയത്ത് അവരുടെ മുഴുവൻ സമയവും അവരുടെ മുഴുവൻ മനസ്സും അവരുടെ മുഴുവൻ സ്നേഹവും നിങ്ങൾക്ക് തന്നത് കാരണമാണ് നിങ്ങൾ ഈ അഡിക്ഷൻ പരുവത്തിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പോൾ ധാരാളം സമയം അവർക്ക് തരാനുണ്ടായിരുന്നു. പതിയെ അത് പാമ്പിൻ്റെ രൂപത്തിലേക്ക് മാറി. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം സുന്ദരിയായി വന്നിട്ടാണ് ചുണ്ണാമ്പ് ചോദിക്കുന്നത്. അത് പുരുഷനുമാവാം സ്ത്രീയുമാവാം, അതിലങ്ങ് പെട്ടുപോവുകയാണ്. പിന്നീട് പതിയെ അത് രാക്ഷസീയമായ ഭാവത്തിലേക്ക് മാറുകയാണ്. ഇവിടെ ഇപ്പം നിങ്ങളെ തഴഞ്ഞു നിൽക്കുന്ന ഒരു പങ്കാളിയാണ് എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അതിനപ്പുറം എനിക്ക് പറയാൻ പാടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അവർ പുറന്തിരിക്ക് നിൽക്കുകയാണ്, തരികട കാണിക്കുകയാണ്, നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. തേർഡ് പാർട്ടി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, അത് പങ്കാളിയായിരിക്കാം. അല്ല, സിംഗിൾസ് ആണെങ്കിൽ അവർക്കൊരു തേർഡ് പാർട്ടി ഉണ്ട്. ഇതിപ്പോൾ പോസിറ്റീവിൽ തന്നെ നെഗറ്റീവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനെന്താ ചെയ്യുക? ഇവിടെ കിട്ടുന്ന എനർജിയല്ലേ പറയാൻ പറ്റൂ. സ്റ്റാറാണ് വന്നിരിക്കുന്നത്. വളരെ അകലത്തായി നിങ്ങൾ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇരുവഴി പിരിയാൻ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾക്കതിന് കഴിയുന്നില്ല. അതാണ് 4 ഓഫ് കപ്പ് പറയുന്നത്. എന്നാൽ ക്യൂൻ ഓഫ് കപ്പ് പറയുന്നു, അവർക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും നിങ്ങൾ കാത്തിരിക്കാം, എന്നാലും അവരൊന്ന് സംസാരിച്ചാൽ മതി, അവരുടെ ഇത്തിരി സ്നേഹം കിട്ടിയാൽ മതി. നിങ്ങൾക്കൊരു പ്രാണവായു പോലെയാണത് എന്നാണ് പറയുന്നത്. ഇനി നൈറ്റ് കപ്പ്, നിങ്ങളിങ്ങനെ ഭ്രാന്തമായി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഭ്രാന്തിൻ്റെ അവസ്ഥയാണ് 3-4 കാർഡ് കാണിക്കുന്നത്. അപ്പോൾ എനിക്കത് തന്നെ പറയാൻ പറ്റൂ. നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ രക്തം വാർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വാക്ക് പറഞ്ഞത് ഓർത്ത് നിങ്ങൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്കിന്നൊരു നെഗറ്റീവ് മെസ്സേജ് പറയേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന എനർജിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി 5 സോഡ്സ്, എന്തെങ്കിലുമൊക്കെ ആർഗ്യൂ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ആരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്.
അപ്പോൾ ഇവിടെ പ്രപഞ്ചം എന്താ പറയുന്നതെന്നറിയോ? നിങ്ങളിങ്ങനെ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് അവർ കൂടുതൽ കൂടുതൽ അകലുന്നതെന്നാണ്. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങണം. നിങ്ങൾ എന്തായാലും നല്ലോണം അവരെ സ്നേഹിച്ചിട്ടുണ്ട്, നല്ലോണം അവർക്ക് വേണ്ടതിലധികം സ്നേഹം കൊടുത്തിട്ടുണ്ട്. അതവർക്ക് മുഴുവനായി മറക്കാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം നിങ്ങളൊരു സോൾമേറ്റാണ്, അത് വലിയൊരു സത്യമാണ്. ഇവിടെ സോൾമേറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ തേടി വരാതിരിക്കാൻ അവർക്ക് കഴിയില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാവുമെന്നാണ് പറയുന്നത്. അതാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. ഇതിനൊരു മാറ്റം ഉണ്ടാവും. കുറച്ച് ദിവസമൊക്കെ നിങ്ങളെ കരയിക്കും, അത് കഴിഞ്ഞാൽ തനിയെ വന്നോളും നിങ്ങളുടെ പുറകെ. നിങ്ങളപ്പോഴേക്കും സ്ട്രോങ് ആവും. കാരണം ഈ അഗ്നിയിലാണല്ലോ അങ്ങനെ പഴുത്തോണ്ടിരിക്കുന്നത്. കുറേ ദുഃഖം അനുഭവിക്കുമ്പോൾ നമുക്ക് മനസ്സ് കെട്ടിയാവാൻ തുടങ്ങും. ആദ്യമായിട്ട് അനുഭവിക്കുമ്പോഴാണ് നമ്മൾ തളരുന്നത്. പിന്നീട് നമ്മൾക്കതൊരു ശക്തിയായി മാറും. അത് ഊർജ്ജമാക്കി എടുക്കണമെന്നാണ് പറയുന്നത്. ഓരോ പരീക്ഷണങ്ങളും നിങ്ങളുടെ ഊർജ്ജമായി മാറണം. നമ്മൾ തളരില്ല, നമ്മൾ തോൽക്കില്ല എന്നുള്ളത് മനസ്സിനോട് തന്നെ പറയുക. എന്നിട്ട് മനസ്സിനൊരു ധൈര്യം നിങ്ങൾ കൊടുക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. അതാണ് ഇവിടെ പറയുന്നത്. അവർ കരയിച്ചോട്ടെ, അതിന് പകരം അവർ കരയാൻ തുടങ്ങും നിങ്ങളെ ഓർത്തിട്ട്. നിങ്ങളുടേതൊരു ഒതൻറ്റിക് കണക്ഷനാണ് എന്ന് പറയുന്നത്, യഥാർത്ഥ ബന്ധം. ഇത് നിങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയതല്ല, ഭഗവാൻ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് നിങ്ങളെ പിരിഞ്ഞു പോവാൻ ആ വ്യക്തിക്ക് കഴിയില്ല. ഹു ഈസ് എ റൊമാൻറ്റിക് ഹീറോ, ചാമിങ്, ഇമോഷണൽ ആൻഡ് ആർട്ടിസ്റ്റിക്. അപ്പം നിങ്ങളുടെ ഹീറോ കലാകാരനാണോ? വളരെയധികം റൊമാൻറ്റിക് ആയിരുന്നു മുൻപ്, ആകർഷകനായിരുന്നു, നല്ല സൗന്ദര്യമുള്ളവനായിരുന്നു. ഇനി കലാകാരനും ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇമോഷണലും പറയുന്നുണ്ട്. വൈകാരികമായി നിങ്ങൾ വളരെയധികം അടുപ്പായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് അയാൾ പുറംതിരിഞ്ഞ് നിന്നപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വേദന തോന്നുന്നത്. എക്സൈറ്റിംഗ് ആൻഡ് ഹാർട്ട് ഫെൽറ്റ് റൊമാൻറ്റിക് പ്രപ്പോസൽ എന്നാണ് പറയുന്നത്. ആവേശകരവും ഹൃദയംഗമവും ആയ പ്രണയാഭ്യർത്ഥനയാണ് ഇവർ നിങ്ങളോട് നടത്തിയിരുന്നത് എന്ന് പറയുന്നത്. അത്രയ്ക്ക് നിങ്ങളെ കയ്യിലെടുത്തിട്ടാണ് ഇയാൾ പിന്നാലെ വന്നിരുന്നത്. നിങ്ങൾ വെറുതെ അല്ല അയാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു കുറ്റബോധം തോന്നേണ്ട ആവശ്യമില്ല. നിങ്ങളെ വീഴ്ത്തിയിരിക്കുകയാണ് ഈ വ്യക്തി എന്നാണ് ഇവിടെ പറയുന്നത്. ആ സമയത്ത് അവർ തന്നുകൊണ്ടിരുന്നത് ദി കോർ എനർജി എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് മുഴുവനായിട്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാതലായിട്ടാണ് ഇവരെന്നെ സ്നേഹിക്കുന്നത് എന്ന് വെച്ചാൽ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്. അങ്ങനെയുള്ള എനർജിയാണ് ഈ വ്യക്തി നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. ഹൈലി പോസിറ്റീവായിരുന്നു. അപ്പോൾ ഉയർന്ന പോസിറ്റീവ് എനർജിയാണ് അവർ തന്നുകൊണ്ടിരുന്നത്. നല്ല പ്രണയം, അതാണ് ഇവിടെ പറയുന്നത്. ഡീപ്പനിങ് എക്സൈറ്റിംഗ് റിലേഷൻഷിപ്പായിരുന്നു. ഡിസ്കറേജ് ടു സ്റ്റെപ്പ് ഔട്ട്സൈഡ് കംഫർട്ട് സോൺ എന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള താക്കീത്. അവർ നിങ്ങൾക്കൊരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അവർ സന്തോഷത്തിലാണ് മുന്നോട്ട് പോകുന്നത്, നിങ്ങൾക്ക് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. അവിടേക്ക് നിങ്ങൾ അതിക്രമിച്ച് കടക്കരുത്. അത് നിരുത്സാഹപ്പെടുത്തുകയാണ് ഇവിടെ പ്രപഞ്ചം. അതിന് നിങ്ങൾ ശ്രമിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവുക. അങ്ങനെ ആവുമ്പോൾ ഈ വ്യക്തി നിങ്ങളെ തേടി വരുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ അവരൊരു കംഫർട്ട് സോണിലാണ്, അതിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് വിലക്കുകൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പല കാരണങ്ങൾ പറഞ്ഞായിരിക്കാം. ഒരുപക്ഷെ കുടുംബമാവാം, പങ്കാളിയാവാം, സാഹചര്യങ്ങളാവാം. അവിടേക്ക് നിങ്ങൾക്ക് പ്രവേശനമില്ല ഈ സമയത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഒരു തീരുമാനം എടുത്താൽ അതിനെ ശല്യപ്പെടുത്താൻ നിൽക്കരുത്. അത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ജോലി. അതിങ്ങനെ തപസ്സോടെ ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ തൊഴിൽ എന്താ വെച്ചാൽ അത് ചെയ്യുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സമാധാനത്തോടെയും സന്തോഷത്തോടുകൂടിയും മുന്നോട്ട് കൊണ്ടുപോവുക. അതിനിടയ്ക്ക് നിങ്ങൾ അവരെ ഓർക്കാതിരിക്കുക, ഫോളോ ചെയ്യാതിരിക്കുക. അത് കൂടുതലാവുമ്പോൾ അവർക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവും, മെൻ്റൽ ഇറിറ്റേഷൻ. അപ്പോൾ ഇൻറ്റേർണൽ ലവ് നിങ്ങളുടേത് ഒരു ഇറിറ്റേഷനായി മാറുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഈ നൈറ്റ് കപ്പാണേ എപ്പോഴും മനസ്സുകൊണ്ട് അവരെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫീലിംഗ് അവരുടെ മനസ്സിനറിയും. നിങ്ങളൊരു സോൾമേറ്റുകളാണ്. അപ്പോൾ നിങ്ങൾ അവരെ ഓർക്കാതിരിക്കുമ്പോഴാണ് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങുക. അതാണ് മനസ്സിൻ്റെ തന്ത്രം. എപ്പോഴും നിങ്ങൾ അവരെ ഓർത്തുകൊണ്ടിരുന്നാൽ അവരിങ്ങനെ ഇറിറ്റേഷനായിട്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് അടുക്കുകയല്ലേ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരെ ഓർക്കാതിരിക്കുക എന്നാണ് പറയുന്നത്. സാധിക്കുമോ? ഇവിടെ സർപ്പം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പടം പൊഴിക്കുന്നത് പോലെ അവരെ അങ്ങ് പൊഴിച്ചു കളയാൻ സാധിക്കും. എന്നിട്ട് മുന്നോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ പുതിയ അവസ്ഥയിലേക്ക് നിങ്ങൾ മാറും. ഈ പ്രണയം തന്നെ പുതിയ അവസ്ഥയിലേക്ക് മാറും. അപ്പം നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച, നിങ്ങളെ കയ്യിലെടുത്ത, നിങ്ങളെ വീഴ്ത്തിയ ആ പഴയ മനുഷ്യനെ തിരിച്ചു കിട്ടും. എക്സൈറ്റിംഗ്
ന്യൂ ബിഗിനിങ് എന്നാണ് ഇവിടെ പറയുന്നത്. അത് സംഭവിക്കാൻ പോകുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഇത്തിരി അവരെ മറന്നു കളയാനാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തേർഡ് പാർട്ടിയിലേക്ക് പോയതായാലും തേർഡ് പാർട്ടി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതായാലും അല്ല തേർഡ് പാർട്ടിയൊന്നും ഇല്ല, വെറുതെ നിങ്ങളിൽ നിന്ന് വഴക്കിട്ട് അകന്ന് നിൽക്കുന്നതാണെങ്കിലും പിറകെ പോവാതിരിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മനസ്സിലായില്ലേ? നിങ്ങളൊരു സോൾമേറ്റുകളാണ്. ഇത്രയാണ് ഇന്നത്തെ റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. ഇനി ഞാൻ ആദ്യം ഒരു നെഗറ്റീവ് മെസ്സേജ് പറയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് ബുദ്ധ പൂർണിമയാണ്. പഴയ കാലത്ത് വാസവദത്ത എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ അമ്മ ഒരു ഗണികയായിരുന്നു, വേശ്യയായിരുന്നു. രാജാവ് വിചാരിക്കും എൻ്റെ മകൻ രാജാവാവണമെന്ന്. വേശ്യ വിചാരിക്കുന്നത് എൻ്റെ മകളെ ഈ പ്രദേശത്തെ ഏറ്റവും നല്ല വേശ്യയാവണമെന്നാണ്. അങ്ങനെ ഈ കുട്ടിക്ക് പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് 15 വയസ്സാവുമ്പോൾ തന്നെ അതിനെ നല്ല നല്ല പണക്കാർക്ക് കാഴ്ചവെച്ച് തുടങ്ങി. ഈ അമ്മ വിറ്റു തുടങ്ങി. ആ കുട്ടിക്ക് പുരുഷന്മാരെ എന്താണെന്ന് പോലും അറിയുന്നതിന് മുമ്പേ ഇതിനെ വിറ്റു തുടങ്ങി. അങ്ങനെ ജീവിതം മരവിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളെ കിളിവാതിലിലൂടെ ഒരാളെ കാണുന്നത്. പുറത്തു പോകാൻ അവൾക്ക് അധികാരമില്ല, ചുറ്റിനും കാവൽക്കാരാണ്. പുറത്തു പോയാൽ കയ്യിൽ നിന്ന് മകൾ പോവുമോ, സമ്പാദ്യം കുറയുമോ എന്നാണ് അമ്മയുടെ ചിന്ത. ആ പുരുഷനെ അവൾ പ്രണയിക്കാൻ തുടങ്ങുകയാണ്. അവളുടെ 10-16 വയസ്സ് മുതൽ അയാളിങ്ങനെ അതിലേ പോവും. അതൊരു ബുദ്ധ സന്യാസിയായിരുന്നു. എന്നാലും സന്യാസിയാണെങ്കിലും ഇവൾ അയാളെ പ്രണയിച്ചു തുടങ്ങുകയാണ്. അങ്ങനെ ഇവളുടെ കൂട്ടുകാരി പറഞ്ഞയക്കുകയാണ്, ഒന്ന് ഇവിടെ വരെ വരാൻ പറയൂ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബുദ്ധഭിക്ഷു പറയുകയാണ് സമയമായിട്ടില്ല എന്ന് പറയുകയാണ്. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. എല്ലാ ദിവസവും അവൾ തോഴിയെ പറഞ്ഞയക്കും. അപ്പോൾ ഒക്കെ ഇയാൾ പറയും സമയമായിട്ടില്ല എന്ന്. അത്രത്തോളം ഇവൾക്ക് ഇയാളോടുള്ള പ്രണയം മൂർധന്യാവസ്ഥയിലേക്ക് എത്തുകയാണ്. അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു വാക്കെങ്കിലും ഒന്ന് മിണ്ടിയെങ്കിൽ. പല പുരുഷന്മാരും അവളുടെ സമ്മതമില്ലാതെ അവളെ ഉപയോഗിക്കുന്നു. എന്നാൽ അവൾ സമ്മതത്തോടു കൂടി അയാളുടെ കൂടെ ഒരു ദിവസമെങ്കിലും കഴിയാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരിക്കലും അയാൾ വരുന്നില്ല. അങ്ങനെ ആ വീട്ടിൽ വെച്ച് ഒരാൾ കൊല്ലപ്പെടുകയും ഇവൾ കുറ്റക്കാരിയാണെന്ന് രാജാവ് കണ്ടെത്തുകയും ഇവൾക്ക് വധശിക്ഷ കൊടുക്കുകയാണ്. വധശിക്ഷ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ പ്രാകൃതമായ രീതിയിലാണ്. ഇവളുടെ കയ്യും കാലും വെട്ടിമുറിച്ച്, അപ്പോൾ എന്തായിരിക്കും, തലയും ഉടലും മാത്രമേ ഉള്ളൂ, ഒരു മാംസപിണ്ടാണ്. അങ്ങനെ ശ്മശാനത്തിലിടുകയാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവൾ മരിക്കും, ചോര വാർന്നു പോയിട്ട്. അപ്പോഴും ഈ തോഴി അവിടെ ഉണ്ട്. കാരണം അവളുടെ ശരീരത്തിൽ കാക്ക കഴുകനൊക്കെ കുത്തി വലിക്കും കുറുക്കന്മാരൊക്കെ. അത് വരാതിരിക്കാൻ ആട്ടി ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അവിടെ കാവൽ നിൽക്കുന്നത്. ആ ശ്മശാനത്തിലേക്ക് വിളിക്കാതെ വരികയാണ് ആ ബുദ്ധഭിക്ഷു. അപ്പോഴും അവളുടെ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടമായിട്ടില്ല. അവൾക്ക് മനസ്സിലാവും അയാളാണ് അടുത്ത് വന്നിരിക്കുന്നതെന്ന്. വേദന കൊണ്ട് പൊളയുന്ന അവളുടെ തല എടുത്ത് അയാൾ മടിയിൽ വെക്കുകയാണ്. എന്നിട്ട് ശരീരത്തിലാകമാനം തലോടും. അതോടുകൂടി അവളുടെ ജീവൻ അങ്ങ് പോകും. നമുക്ക് സൗന്ദര്യമുള്ളപ്പോഴോ പണമുള്ളപ്പോഴോ ഒക്കെ പ്രണയിക്കാൻ പലരും ഉണ്ടാവും. പക്ഷെ നമ്മൾ നിസ്സഹായരായിരിക്കുമ്പോൾ നമ്മളെ ആരാണോ പ്രണയിക്കുന്നത് അവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പാർട്ട്ണർ. ആ പാർട്ട്ണർ ഈശ്വരനാണ്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ എവിടേക്കാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളെ ഇഷ്ടമില്ലാത്ത ഒരാളുടെ പുറകെയല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ നിങ്ങളുടെ പങ്കാളിന്ന്. അത് മാത്രമാണ് നിങ്ങൾ ഇങ്ങനെ എനർജി കളയുമ്പോൾ അറിയേണ്ട ഒരു വസ്തുത. വേണമെങ്കിൽ സമീപിക്കാം. ഇവിടെ കാണുന്ന നെഗറ്റീവ് ആണെങ്കിൽ അതെ, അല്ല പോസിറ്റീവ് ആണെങ്കിൽ അതേ പറയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ എനർജി എന്താണോ എനിക്ക് പറഞ്ഞിരുന്നത് അതേ ഞാൻ പറയുള്ളൂ. ഇനി നെഗറ്റീവായിട്ട് പറയാനുള്ളത് പഴയതുപോലെ തന്നെയാണ്. സർപ്പങ്ങളിങ്ങനെ വീണ്ടും പലരെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നതായിട്ട് തന്നെയാണ് എനിക്ക് കാണുന്നത്. ഇനി ഹാർട്ട് അറ്റാക്കുകൾ പറയുന്നുണ്ട്, പ്രകൃതി ദുരന്തങ്ങൾ കാണിക്കുന്നുണ്ട്, പിന്നെ വെള്ളത്തിലെ അപകടവും കാണിക്കുന്നുണ്ട്. വഴക്കുകൾ കൊലപാതകത്തിലെത്താനുള്ള സാധ്യത പറയുന്നുണ്ട് കേട്ടോ. അത് ഭാര്യയും ഭർത്താവാവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാവാം, എന്തൊക്കെയോ നടക്കാൻ പോകുന്നുണ്ട്. കൂട്ടവഴക്ക്, വഴക്കിലൂടെയുള്ള രക്തച്ചൊരിച്ചിലുകളാണ് ഞാൻ കാണുന്നത്. കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നെ സമീപിക്കുക. ഡീറ്റെയിൽ വാട്സപ്പിൽ വന്നാൽ തരും. ഇനി നമുക്ക് അടുത്ത മെസ്സേജുകളിലേക്ക് പോയാലോ. മാനിഫെസ്റ്റേഷൻ ഇന്ന് നല്ലതാണ്. പൗർണമി ദിവസങ്ങളിലാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. റീകൺസിലേഷൻ ഉണ്ട്. ഇന്നൊരു മെസ്സേജ് വരുന്ന ആരൊക്കെയുണ്ട്? ഇവിടെ രാമനും സീതയും വന്നു. ട്രൂ ലവാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് പൊതുവായ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെൽത്ത് നോക്കാം. ഇവിടെ ഗർഭാശയ അണ്ഡാശയ സ്ഥാന ഫൈബ്രോയിഡുകൾ വന്നിട്ടുണ്ട്. നട്ടെല്ല് വേദന, തണ്ടല് വേദന വന്നിട്ടുണ്ട്. മദ്യപാനം, കരൾ രോഗം, മഞ്ഞപ്പിത്തം, മൂത്രാശയ രോഗങ്ങൾ, അണുബാധ, അനീമിക് ഇതൊക്കെ വന്നിട്ടുണ്ട്.
മദ്യപാനമൊക്കെ ഒന്ന് കുറയ്ക്കുക. കരൾ രോഗം ഇവിടെ കാണുന്നുണ്ട്. ബോഡി പെയിൻ, പനി, ജലജന്യ രോഗങ്ങൾ, അതാണ് ഈ മഞ്ഞപ്പിത്തം, പനി, നീർവീഴ്ചകൾ, വാദം, ഇതൊക്കെ ജലജന്യ രോഗങ്ങളായിട്ട് തന്നെയാണ് നമ്മൾ പറയുക. നാഡീസംബന്ധമായതായിട്ടും പറയും. ഇതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജോലി തന്നിരിക്കുന്ന ടീച്ചറാണെന്ന് പറയുന്നുണ്ട്, സർക്കാർ ജോലികൾ പറയുന്നുണ്ട്, നൈറ്റ് ഷിഫ്റ്റിലെ ജോലികൾ പറയുന്നുണ്ട്, എഴുത്തുകാരെ, പത്രമാധ്യമങ്ങൾ പറയുന്നുണ്ട്, ഇന്ത്യക്ക് വെളിയിലെ ജോലികൾ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ജോലി. പൊതുവായ കാര്യങ്ങൾ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് അപകടങ്ങളാണെങ്കിൽ, നല്ല കാര്യങ്ങൾ ഭൂമി, വസ്തു, വാഹനം വാങ്ങാനുള്ള സാധ്യതയുണ്ട്. പുതിയൊരു പ്രണയം ആരോപണങ്ങളോട് പറയാൻ സാധ്യതയുണ്ട്. കല്യാണാലോചന വരാനും അത് നടക്കാനും സാധ്യതയുണ്ട്. സമ്പത്ത് കുറച്ച് കയ്യിൽ വരാൻ സാധ്യതയുണ്ട്. ജോലി കിട്ടും, അല്ലെങ്കിൽ സാലറി കൂട്ടിക്കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ സ്വപ്നം കാണുന്നോ അതെല്ലാം സഫലമാവും എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പിൽ വരിക. വരുന്നതിന് മുന്നേ വോയിസ് അയച്ച് എന്നെ വെറുപ്പിക്കാതിരിക്കുക. ഹായ് എന്ന് മാത്രമേ പറയാൻ പാടൂ. ഞാൻ ഡീറ്റെയിൽ തരും. വായിച്ചു നോക്കി നിങ്ങൾക്ക് ക്യാഷ് അടയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്ത ശേഷം മാത്രം പിന്നീടുള്ള കാര്യങ്ങൾ എന്നോട് സംസാരിക്കുക. അതാണ് എൻ്റെ റീഡിങ്ങിൻ്റെ രീതി. പരിഹാരം ഞാൻ തന്നെ ചെയ്യണമെങ്കിൽ അത് ചെയ്യും. അമ്പലത്തിൽ വേണമെങ്കിൽ അത് ചെയ്യും. ലവ് സ്പെല്ല് മതിയെങ്കിൽ അത് തരും. ഇനി പള്ളികളിൽ ചെയ്യുന്നതാണെങ്കിൽ അത് ചെയ്യും. എന്താണോ വേണ്ടത് അത് ചെയ്യും. അതിനൊരു ചെറിയ തുകയാണ് ഇവിടെ ചോദിക്കുന്നത്. ഇനി നമുക്ക് മാലാഖയുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ലോക തൊഴിലാളി ദിനം. ഓരോരുത്തരും ഓരോ തൊഴിലാണ് ചെയ്യുന്നത്. ഞാനൊരു തൊഴിലാണ് ചെയ്യുന്നത്. ഇവിടെ ഡിസെപ്ഷനാണല്ലോ വന്നിരിക്കുന്നത്. വഞ്ചിക്കുന്നു, വേണ്ട, അതാണ് പറയുന്നത്. ന്യൂ ലവ്, പുതിയൊരു പ്രണയത്തിലേക്ക് പോയി എന്ന് പറയുന്നത്. സോൾമേറ്റുകളാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, പലതവണ പറഞ്ഞല്ലോ. ആ വ്യക്തിയെ വിശ്വസിച്ചു നിങ്ങൾ, പക്ഷേ ഇപ്പം നേരെ വിപരീതമാണ്. അല്ലെങ്കിൽ ചില ആളുകൾക്ക് പങ്കാളികളെ വിശ്വസിക്കുക നിങ്ങൾ സോൾമേറ്റ് ആണെന്നാണ്. മറ്റവരോട് പറയുന്നു ഡിസെപ്ഷനാണ് നടക്കുന്ന, ഒരു പുതിയ പ്രണയത്തിലേക്ക് പോയി എന്ന്. രണ്ട് വിഭാഗം ഉണ്ടാവുമല്ലോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളോട് വിയോജിപ്പുണ്ടാവാം, എതിർപ്പുണ്ടാവാം, ഇനി പരിഹാസം ഉണ്ടാവാം, പ്രതികാരം ഉണ്ടാവാം. ഈ വക ഫീലിംഗ് ആണ് നിങ്ങൾക്ക് എങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്നെ സമീപിക്കരുത്, എൻ്റെ റീഡിങ് കാണരുത്. അപ്പോൾ പ്രതികാരം ചെയ്യാൻ മറ്റൊരാളുണ്ടാവും. കാരണം ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും പ്രപഞ്ചം തരുന്നതാണ്, അല്ലെങ്കിൽ ഈശ്വരൻ തരുന്നതാണ്. അതിനെയാണ് നിങ്ങൾ കളിയാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിനോടാണ് നിങ്ങൾ ഈ പ്രതികാരം കാണിക്കുന്നത്. ഞാൻ നിങ്ങൾക്കൊരു ഇടനിലക്കാരി മാത്രമാണ്. ഇവിടെ കാണുന്ന എനർജി നിങ്ങളോട് പറയുന്നു. അത് ചിലർക്കൊക്കെ സംഭവിക്കുന്നുമുണ്ട്. നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, നെഗറ്റീവും സംഭവിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും നല്ലത് വേണമെന്ന് പറഞ്ഞാൽ കാര്യമില്ലല്ലോ. നമ്മുടെ സമയദോഷം പോലെയൊക്കെ ഇരിക്കും. നമ്മുടെ സമയം എന്താണോ അതാണ് നമുക്ക് കിട്ടുക. നല്ല സമയമാണെങ്കിൽ നല്ല മെസ്സേജ് ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് മെസ്സേജ് ആയിരിക്കും. പിന്നെ നിങ്ങൾ സെലക്ട് ചെയ്തതൊരു ഫേക്കായ ആളെയാണെങ്കിൽ നെഗറ്റീവ് തന്നെയല്ലേ നിങ്ങൾക്ക് കിട്ടൂ. അതല്ലേ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ചൊന്ന് അറിയൂന്ന്, എന്നിട്ട് ഈ റീഡിങ് കാണുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നേരത്തെ പറഞ്ഞ ബുദ്ധഭിക്ഷുവിൻ്റെ പോലെയുള്ള കാമുകനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നമുക്ക് സന്തോഷമുള്ളപ്പോഴല്ല അവർ നമ്മുടെ കൂടെ വേണ്ടത്, നമുക്ക് വിഷമാകുമ്പോഴാണ് ചേർത്ത് പിടിക്കാൻ. ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്ന് പറയാൻ. മനസ്സിലായില്ലേ? അതുപോലുള്ള ആളെ സെലക്ട് ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുമ്പോഴും നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് അവരെ സന്തോഷിപ്പിക്കാൻ കഴിയുമ്പോഴും മാത്രം നിൽക്കുക. മടുത്തു കഴിഞ്ഞാൽ മാറിപ്പോവുക. അതൊരു കാമുകനാണോ അല്ലെങ്കിൽ കാമുകിയാണോ? പ്രകൃതി തന്നെ നിങ്ങളുടെ മുന്നിൽ പല അടയാളങ്ങളും കാണിക്കുന്നുണ്ട്. പെൻഗിൻ പക്ഷികളെ ഇണ പോയി കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നു. ഇണ മത്സ്യങ്ങളിൽ ഒരാൾ നഷ്ടപ്പെട്ട ജീവിതകാലം മുഴുവൻ മറ്റൊരു ഇണയും സ്വീകരിക്കാതെ കഴിയുന്നു മത്സ്യങ്ങൾ. അതുപോലെ തന്നെയാണ് വേഴാമ്പൽ. ആൺപക്ഷി പോയി കഴിഞ്ഞാൽ പെൺപക്ഷി കൂട്ടിൽ ഭക്ഷണം കഴിക്കാതിരുന്നങ്ങ് മരിച്ചു പോകുമെന്നറിയുന്നത്. അവരെയൊക്കെയാണ് നമ്മൾ റോൾ മോഡലാക്കേണ്ടത്. കോലുമ ശീലചിറ്റിയെ കൂടി പൊന്തിച്ച് നോക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ ഏത് കിട്ടിയാലും അവരൊന്ന് ആസ്വദിക്കും. അതൊക്കെ പ്രേമാണെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക. വീട്ടമ്മമാരോടാണ് പറയുന്നത്. അവിവാഹിതകളായ പെൺകുട്ടികൾക്ക് പുതിയൊരു വാക്കുണ്ടല്ലോ, ലിവിങ് ടുഗദർ. പണ്ടൊക്കെ താലി കെട്ടി ആദ്യ രാത്രിയാണ് ഭർത്താവ് നമ്മളെ തൊടുക. കള്ളു കുടിച്ചും ഇനി മാംസം കഴിച്ചുമൊക്കെയാണ് ഇണ ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതിലുണ്ടാവുന്ന സന്തതി അതുപോലെ തന്നെ ആയിരിക്കും. ഒരു 10 വയസ്സ് കഴിഞ്ഞാൽ വാളെടുക്കും. ശാന്തി മുഹൂർത്തം എന്ന് പറഞ്ഞിട്ടൊരു മുഹൂർത്തമുണ്ട്. പണ്ട് കുട്ടികൾ ജനിക്കാനുള്ള മുഹൂർത്തമാണത്. ഇന്ന നക്ഷത്രം ഇന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ എല്ലാം കൂടി ചേരുമ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെയാണ് കുട്ടികൾ ജനിക്കേണ്ടത്. അത്തരം മക്കൾ മനുഷ്യ നന്മയ്ക്കായി പ്രവർത്തിക്കും, മനുഷ്യരെ സ്നേഹിക്കും. അവർ വാളെടുത്ത് എല്ലാവരുടെ കഴുത്തും വെട്ടിക്കൊണ്ട് നടക്കില്ല. അപ്പോൾ ഇഷ്ടംപോലെ മാംസം തിന്നുന്നു, ഇഷ്ടംപോലെ മദ്യം കഴിക്കുന്നു, ഇഷ്ടംപോലെ ഇണ ചേരുന്നു, നേരം സമയമൊന്നുമില്ല.
ഒരു സന്ധ്യ നേരത്തെ കൈകസി ഭർത്താവിനോട് പറയുകയാണ്, എനിക്ക് ഭയങ്കരമായി റൊമാൻറ്റിക്കായൊരു സമയമാണിപ്പോൾ, ഇപ്പോൾ അങ്ങ് എൻ്റെ കൂടെ വന്ന് ശയിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അയാൾ മഹർഷിയാണ്, ബ്രാഹ്മണനാണ്, ഇവള് രാക്ഷസിയാണ്, രാക്ഷസീയ ബുദ്ധിയല്ലേ അവൾക്ക് തോന്നുള്ളൂ. അപ്പോൾ ബ്രാഹ്മണനായ അയാൾ പറയുന്നുണ്ട്, ഈ സമയത്ത് നമ്മൾ ഇണ ചേരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അവൾ സമ്മതിക്കില്ല. ഭർത്താവ് എന്ന നിലയ്ക്ക് അയാളതങ്ങ് അനുസരിക്കുകയാണ്. അവസാനം അവൾക്കൊരു കുഞ്ഞുണ്ടായി. ആരാണെന്നറിയോ? രാവണൻ എന്നാണ് അവൻ്റെ പേര്. രാക്ഷസ കുലം മുഴുവൻ മുടിഞ്ഞു. അവന് ഒരു പെണ്ണിനോടുള്ള മോഹം കാരണം. അന്യൻ്റെ ഭാര്യയെ മോഹിച്ചതാണ് ആ കുലം മുടിയാനുള്ള കാരണം. അതിന് കാരണക്കാരി അവൻ്റെ അമ്മ തന്നെയാണ്. നേരല്ലാത്ത നേരത്തെ അവനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ആ ലേഡി ചെയ്ത തെറ്റ്. അപ്പോൾ ഇന്ന് നേരില്ല, സമയമില്ല, ആരുടെ കൂടെ ഇണ ചേരണം എന്നറിയില്ല. ജ്യോതിഷത്തിലെ ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ, ചൊവ്വ എന്ന് പറഞ്ഞാൽ കാലപുരുഷൻ്റെ ഗുഹ്യദേശം എന്നാണ് പറയുക. എല്ലാവർക്കും അങ്ങ് കയറി നിരങ്ങാൻ പറ്റിയതല്ല നമ്മുടെ ശരീരം. അത് ഇന്ന ആൾക്കേ പാടുള്ളൂ, ഇന്ന സമയത്തേ പാടുള്ളൂ, അത് ഇന്നതിന് വേണ്ടിയാണ് എന്നൊക്കെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കിതങ്ങനെ ഒരു സാധനം തന്നിട്ടുണ്ട്, അത് ആർക്ക് വേണമെങ്കിൽ കൊടുക്കുക, അത് ആസ്വദിക്കാനുള്ളതാണ് എന്നാണ് നമ്മുടെ എല്ലാവരുടെയും വിചാരം. ഒന്നുമല്ല. നമ്മുടെ ശരീരം ഒരാൾ കാണണമെങ്കിൽ അത് അർഹതപ്പെട്ട ഒരാൾ മാത്രമേ കാണാൻ പാടൂ. ആ സത്യമൊക്കെ തെറ്റിച്ചത് കാരണമാണ് പ്രകൃതി പോലും സമയത്തിന് മഴ പെയ്യുന്നില്ല. ഇനി ചൂടാണെങ്കിൽ എല്ലാവരും ഉരുക്കി കൊല്ലുന്ന ചൂടാണ്. എന്തും ഒരു പ്രതിഷേധ ഭാവത്തിലാണ് നമ്മളോട് കാണിക്കുന്നത്. മനസ്സിലാക്കുക. മണലോണ്ട് കുട ഉണ്ടാക്കിയിട്ട് അതിൽ വെള്ളം കോരിയിട്ടാണ് പൂജയ്ക്ക് കൊണ്ടുപോകുന്നത് ഭാര്യ രേണുക. ഭർത്താവ് ജമദഗ്നി എന്ന് പറയും. നിങ്ങളൊന്നും കേട്ടിട്ടുണ്ടാവില്ല. അയാളുടെ മകനാണ് പരശുരാമൻ. കേരളം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നില്ലേ. ഒരു ദിവസം രേണുക വെള്ളം എടുക്കാൻ പോയപ്പോൾ ആ നദിയിൽ കാർത്തവീര്യാർജുനൻ എന്ന രാജാവും അവരുടെ ഭാര്യമാരും കൂടി രമിക്കുന്നത് കണ്ടു. അവർ നന്നായിട്ട് ആനന്ദിക്കുകയാണ്, ജലകേളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രേണുകയ്ക്ക് മാനസികമായിട്ട് കുറച്ച് പാതിവൃത്യം തെറ്റി. ഇതിലിങ്ങനെ ഭ്രമിച്ച് നിന്നുപോയി. അത്രേ ആ സ്ത്രീ ചെയ്തുള്ളൂ. പിന്നീട് ഈ മണലോണ്ട് കുട ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. വെള്ളമില്ലാതെ തിരിച്ച് ആശ്രമത്തിലെത്തി ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് വെള്ളം കൊണ്ടുവന്നില്ല എന്ന്. അവൾ പറയുന്നില്ല. പക്ഷെ ജമദഗ്നിക്ക് മനസ്സിലായി, അയാൾക്കിതെല്ലാം മനസ്സിലാക്കാനുള്ള അതീന്ദ്രിയ ശക്തിയുണ്ട്. അതോടുകൂടി 4 ആൺമക്കളാണ്. അതിൽ 4 ആൺമക്കളെയും വിളിച്ചിട്ട് പറയും, ഒരു മഴു കൊടുത്തിട്ട് ഇവളുടെ കഴുത്തറുത്ത് കൊല്ല് എന്നാണ് പറയുന്നത്. ഇവൾ വധശിക്ഷയ്ക്ക് അർഹയായി, പാതിവൃത്യം തെറ്റി എന്നാണ് പറയുന്നത്. 3 ആൺമക്കളും പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം ചെറിയ മകൻ പരശുരാമൻ അച്ഛൻ പറഞ്ഞതോടുകൂടി മഴു വാങ്ങി അമ്മയെ അങ്ങ് വെട്ടിക്കൊല്ലുകയാണ്. അച്ഛൻ്റെ ദേഷ്യം മാറിയില്ലേ, അമ്മയില്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുക, ഇനി അവരെ ജീവിപ്പിക്കൂ എന്നാണ് പറയുന്നത്. തന്ത്രശാലിയാണ് അയാൾ. അങ്ങനെ ജമദഗ്നിയുടെ കോപം തണുത്തു, ഭാര്യയെ ജീവിപ്പിച്ചു എന്നൊക്കെയാണ് കഥ. ഉള്ളതോ ഇല്ലാത്തതൊന്നും നമുക്കറിയില്ല. എന്തായാലും ഒരു കോപത്തിന് അച്ഛൻ ആജ്ഞാപിച്ചത് മകൻ അനുസരിച്ചു. അടുത്ത സമയം തന്നെ അച്ഛനോട് ഇരന്ന് വാങ്ങി അവരുടെ ജീവൻ. അതാണ് മകൻ്റെ തന്ത്രം. ഇന്നും നമുക്ക് ചുറ്റുമുണ്ടല്ലോ മക്കൾ അമ്മമാരുടെ കഴുത്തിന് നേരെ കത്തിയായിട്ട്. അതൊക്കെ നേരത്തെ പറഞ്ഞതുപോലുള്ള സന്താനങ്ങളാണ്. സമയവും നേരവും ഇല്ല. മാംസം കഴിച്ചിട്ടാവും, മദ്യം കുടിച്ചിട്ടാവും ഇണചേരുന്നുണ്ടാവുക. ആ കുഞ്ഞിന് രാക്ഷസീയ ബുദ്ധി തന്നെ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കുക. ഇതിനൊക്കെ ഒരു ദിവ്യത്വമുണ്ട്. ഒരു ശിശു നമ്മുടെ ഗർഭത്തിൽ വരണമെങ്കിൽ അച്ഛൻ അമ്മമാർ അതിനനുസരിച്ച് വേണം. ആ സമയത്തെ മൈൻഡ് സെറ്റ് അങ്ങനെ ആവണം. നല്ല മനസ്സായിരിക്കണം. ഇപ്പം ലോകം മുഴുവൻ രാവണന്മാരാണ്, അന്യൻ്റെ ഭാര്യമാരെ ആഗ്രഹിക്കുന്നവർ. ഇനി നമുക്ക് കൂടുതൽ പറയണ്ട, അടുത്ത അവസാനത്തെ മെസ്സേജിലേക്ക് പോവാം. മെമ്മറീസ്, ഓർമ്മകളുമായി ഇരിക്കുന്നവരുണ്ട്. രാവണന്മാരെ മാത്രം കുറ്റം പറയണ്ട, ശൂർപ്പണഖമാരും ഉണ്ട്. ആരാൻ്റെ ഭർത്താവിനെ ആഗ്രഹിക്കുന്ന സ്ത്രീകളുമുണ്ട്. ഈ 2 വിഭാഗമാണ് ഇപ്പോൾ ഉള്ളത്. സീതയോ രാമനോ ഇല്ല, അവരപ്രത്യക്ഷരായി. ഇവിടെ സോൾമേറ്റ് വന്നു, ഫ്ലർട്ട് വന്നു. കണ്ടോ, കാമം മാത്രമാണ്. കാമം മുടിയഴിച്ചിട്ടാണ് ഇപ്പോൾ ലോകത്ത്. അതിൻ്റെ അനന്തരഫലമായിട്ടാണ് പ്രകൃതി നമ്മളെങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആരെയും ഉപദേശിച്ച് നന്നാക്കാനൊന്നും നോക്കുന്നില്ല കേട്ടോ. നിങ്ങളുടെ കാര്യം വേണമെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി, പറഞ്ഞു തരും. അതിൻ്റെ രീതികളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വാട്സപ്പിൽ വന്ന് ഉപദ്രവിക്കാനാണ് തീരുമാനമെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൂടി മനസ്സിലാക്കുക. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എൻ്റെ ഈ ഉപദേശം ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. എന്തൊക്കെയോ പറഞ്ഞു, നിങ്ങളത് കേട്ടു. ചിലർ കേൾക്കാതെ പോകും. ചിലർ പറയും ആദ്യത്തെ ആ മെസ്സേജ് കഴിഞ്ഞ് അങ്ങ് മാറിപ്പോകുന്നു.
എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർബുദ്ധി തോന്നട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു.